ഗുഡ് മോർണിംഗ്. നമ്മുടെ കുരുവിക്ക് പനിയാണ്. ഇന്നലെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി. അപ്പം ഡൈജഷൻ ഇഷ്യൂ ആണ്. അപ്പോൾ കുറേ ലോഡ് മരുന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാനവളെ നേരത്തെ എണീപ്പിച്ചു. ആൻറ്റിബയോട്ടിക്സൊക്കെ ഉള്ള കാരണം നേരത്തെ കൊടുക്കണമല്ലോ. അപ്പം നേരത്തെ എണീപ്പിച്ചു. നല്ല പനിയാണ്, നല്ല പനിയാണ്. 100ൻ്റെ മേലെ ഉണ്ട്. അപ്പം കുട്ടി അവള് ആക്റ്റീവാണ്, നമുക്കാണ് ടെൻഷൻ. എന്തായാലും ഞാൻ അവളെ കാണിച്ചു തരാം. ഇനി അവളെ ഒന്ന് തുടപ്പിച്ചെടുത്ത് മരുന്ന് കൊടുക്കണം. ഉടുപ്പ് പറ്റിയ ഉടുപ്പ് പറ്റാ നമ്മളെ തുടയ്ക്കാൻ ചൂടുവെള്ളത്തില്. ഞാനവളെ ഇളം ചൂടുവെള്ളത്തിലൊന്ന് തുടപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ദേഹം നല്ല ചൂടാണ്, നല്ല ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ ഒരു സുഖം കിട്ടുമല്ലോ ഇളം ചൂടുവെള്ളത്തിലൊന്ന് ദേഹം നനച്ച് തുടച്ചാൽ. പാവ എത്ര പനിയാണെങ്കിലും ഒരു കരച്ചിലും ഇല്ലാണ്ട് കിടന്നോളും, ഒരലമ്പുമില്ല. ഇനി തുമ്മ, ഇങ്ങനെ തുമ്മ കുഞ്ഞ്. പനിയാണ് മൂക്ക്, പനി മാറിയോ? എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പനി ഉണ്ടെങ്കിൽ ഇങ്ങനെ നനച്ച് തുടയ്ക്കുന്നത് നല്ലതാണ്. ഒരു ദിവസം ഒരു 3 times a day എങ്കിലും ഇങ്ങനെ തുടയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ ദേഹത്തിൻ്റെ ടെമ്പറേച്ചർ ബാലൻസ് ആയി നിന്നോളും. തുടപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ ഇവൾക്ക് ഉണ്ടാകുന്ന ഒരു റിലീഫ് അത് നമുക്ക് ശരിക്കും മനസ്സിലാവും. കണ്ണും മുഖമൊക്കെ ആകെ വല്ലാണ്ടായിട്ടുണ്ട് കുട്ടീൻ്റെ. നല്ല ക്ഷീണമായിട്ട്. ഇപ്പം പനി പിടിച്ചാൽ പെട്ടെന്നാണ് ക്ഷീണമാവുക. എല്ലാ കുട്ടികൾക്കും അങ്ങനെ ആയിരിക്കും. പെട്ടെന്ന് ആ ചേഞ്ച് നമുക്ക് മനസ്സിലാവും. വയ്യ കുഞ്ഞു ചിച്ചാൻ വയ്യേ മൂത്രം ഇവിടെ മാറ്റിയല്ലുള്ളത്. നല്ല കുട്ടി മൂത്രം ഒഴിച്ചു. മരുന്ന് കുടിക്കാം. കുരുവിക്കിപ്പം മരുന്ന് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം ഞാൻ മരുന്ന് എടുക്കണം. അവൾക്ക് ആൻറ്റിബയോട്ടിക് ഉള്ള കാരണം കറക്റ്റ് ടൈമിൽ കൊടുക്കണം. ഇതാണ് ആൻറ്റിബയോട്ടിക്. ഒട്ടും സമയം തെറ്റാണ്ട് തന്നെ കൊടുക്കണം. മെഡിസിൻ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, എല്ലാ കുട്ടികൾക്കും മെഡിസിൻ കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ഒരു മെഡിസിൻ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആ ഫ്ലേവറൊക്കെ ഭയങ്കര ഇഷ്ടമായി. അത് കഴിച്ചോളും, ഒരു പ്രശ്നവും ഇല്ലാണ്ട് തന്നെ കഴിച്ചോളും. ഇതിപ്പോൾ ഫോൺ കണ്ട കാരണം ഫോണിലേക്ക് നോക്കണം ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് ചായ കുടിക്കേണ്ട സമയമാണ്. മോക്ക് വയ്യാത്ത കാരണം പെട്ടെന്ന് ഉണ്ടാക്കിയതാ. ഇതെന്താ പറയാ ഒത്തിരി നീർദോശ എങ്ങനെ ഉണ്ടാക്ക പറ. എങ്ങനെ ഉണ്ടാക്ക? അരിപ്പൊടി കലക്കിയിട്ട് തേങ്ങയും ഉള്ളിയും കരിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഇളക്കി നല്ല ലൂസാക്കിയിട്ട് മാവ് കലക്കിയിട്ട് ദോശ ചൂടാം. അതാണ് നീർദോശയാണ്. ഉണ്ടാക്കി നോക്കും. ഇനി ഈ ഒരു മെഡിസിനും കൂടി ഉണ്ട് ഇവൾക്ക് കൊടുക്കാനായിട്ട്. അതിപ്പോൾ കൊടുക്കാൻ പോവാണ്. അടങ്ങി കിടക്കുകയല്ല. ഇല്ലുണ്ടോ? ഉണ്ട്. കിട്ടായിട്ടാ അതല്ലേ കിട്ടായിട്ടാ അത് കൊടുക്കുന്നതിനാണ്. കിട്ടാനിട്ടേ അത് കുട്ടിക്കട്ടെ മതി കുടിക്കട്ടത്.
കുട്ടി കുടിക്കട്ടെ. നിക്കുന്നില്ല. എന്റെ അടുത്തേക്ക് വരില്ല. വാ 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 വായോ വാ പോവാ വാ കൊണ്ടുവാ വാ ഒളിച്ചിരിക്കാ എടുക്കുവച്ചിട്ട് വാ വാ കുഞ്ഞ വാ വാ ഉറങ്ങിക്ക പോയിട്ട്. വേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോ നിന്റെ സ്വഭാവം മാറിയല്ലേ? എടുക്കില്ല ആരോ. കുറേ നേരമായിട്ട് റൂമിൽ തന്നെ ഇരിക്കണം. കാരണം അവളൊന്ന് ഞാൻ പുറത്തേക്ക് ഇറക്കിയതാണ്. അമ്മേൻ്റെ അടുത്ത് നിൽക്കാൻ അവൾക്ക് ഏറ്റവും ഇഷ്ടം. ഇപ്പം സമയം ഏകദേശം ഒരു 4 മണിയായി. അപ്പോൾ അവളൊന്ന് ഉറങ്ങാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ 4 മണി, ഇനിയിപ്പോൾ 6 മണിക്ക് എഴുന്നേക്കുള്ളൂ. അപ്പോഴേക്കും ആ സമയത്തിന് ഞാൻ ചായ കുടിക്കാൻ പോവാം. ചായക്ക് കൂട്ടാൻ ബ്രെഡാണ്. ബ്രെഡും പിന്നെ മറ്റേ തേങ്ങാ ബിസ്ക്കറ്റില്ലേ അതുകൊണ്ട്. അതിന് എന്താ അറിയില്ല, ഭയങ്കര ഉറപ്പ്. മനുഷ്യൻ്റെ പല്ലിപ്പോൾ പോയേനെ, അത്രയും ഹാർഡാണ്. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ബ്രെഡ് എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. അതിങ്ങനെ പിച്ചി പൊളിച്ചെടുത്ത ഞാൻ. അച്ഛനിതാ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. മഞ്ഞാല ഭയങ്കര മധുരം. കുഞ്ഞു ചച്ചങ്ങ നന്നായിട്ട് നന്നായിട്ട് ഉമ്മട. അയ്യോ 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 അയ്യോ. പാലുടിക്കാൻ നമ്മൾ മമ്മിനെ കൊണ്ടുപോവാ, ചെന്നൈക്ക് കൊണ്ടുപോവാ. അപ്പൊ അവളുടെ ഉടുപ്പൊക്കെ ഞാൻ മാറ്റി പാലൊക്കെ കൊടുത്ത് ഇപ്പൊ സെറ്റാക്കിയിട്ട് ഇരുത്തിയേക്കാണ്. മമ്മയുടെ മടിയിലിരിക്കണ കാരണം ഭയങ്കര ഹാപ്പിയാണ് അവള്. അപ്പോൾ ഒരു പനീൻ്റെ യാതൊരു പ്രശ്നവുമില്ല. മമ്മേൻ്റെ അടുത്തിരുന്നാൽ മതി. അമ്മ കഴിക്കണതേ കുഞ്ഞിന് ഉവാവ് മാറിയിട്ട് തരൂട്ടാ. ഉവാവ് മാറിയിട്ട് തരുവേ. അപ്പൊ എനിക്ക് നന്നായിട്ട് വിശന്നു. അപ്പൊ ഞാൻ രാത്രി ഒരു 9 മണിയായപ്പോൾ തന്നെ ആഹാരം കഴിക്കുകയാണ്. ആഹാരത്തിന് കഴിക്കാൻ ഓംലെറ്റും പിന്നെ അരിപ്പത്തിരിയും പിന്നെ സേമിയ ഉപ്പുമാവാണ്. എന്താ അമ്മേൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് വരാനൊരു മടി? അമ്മേൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാ പിന്നെ എൻ്റെ അടുത്തേക്ക് വരില്ല. കുരുവിക്ക് അമ്മമ്മേനെ ഏറ്റവും ഇഷ്ടമല്ലേ? അമ്മേനല്ലല്ലോ, അമ്മമ്മേനല്ലേ ഏറ്റവും ഇഷ്ടം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, മനസ്സിലായി. എന്നാ അവിടെ തന്നെ കിടക്കാറുന്നില്ലേ? എന്തിനാപ്പ എൻ്റെ അടുത്തേക്ക് വന്നത്? എന്തിനാപ്പ എൻ്റെ അടുത്തേക്ക് വന്നത്? അയ്യോ അയ്യോ. ഇപ്പം ഞാൻ കുരുവിയുടെ ഡ്രസ്സൊക്കെ മാറ്റി ഉറക്കാൻ കിടത്തിക്കാണ്. നല്ല ഉറക്കം വന്ന് തൂങ്ങിയിട്ടുണ്ട്. എന്നാലും ഇരുന്ന് കളിക്കണം ഇല്ലടി. അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇനി അടുത്ത വ്ളോഗുമായിട്ട് വരുന്നവരെ ബൈ.